ഖുർആനിലേക്ക് വലിച്ചെറിയുകയാണ്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം തന്റെ മുന്നിൽ വെച്ചിട്ട് ഖുർആൻ ആക്ഷേപിക്കപ്പെടുക എന്നുള്ളത് എത്രത്തോളം വേദനാജനകമാണ്. അതുപോലെ കോശത്തിൽ നിന്നുമുള്ള വെള്ളമെടുത്തിട്ട് യുദ്ധത്തടവുകാരെ കുടിപ്പിക്കാനുള്ള ശ്രമം എത്ര പൈശാചികമാണ്. ഈ ദുശക്തികളാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമനെ ആയുധമണിയിക്കുന്നത്, പ്രവാചകന് ബോംബിന്റെ തലപ്പാവ് ചാർത്തി കൊടുക്കുന്നത്. അതേ പ്രകാരം നിങ്ങൾ ചിന്തിച്ചു നോക്കിയ ഇസ്രായേൽ, അമേരിക്കയുടെ ഏറ്റവും വലിയ കൂട്ടാളി, ഇസ്രായേലിന്റെ ചരിത്രം പരിശോധിച്ചാലും എന്താണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്? എന്താണ് ഇസ്രായേലിന്റെ ചരിത്രം? ഇസ്രായേലും രൂപം കൊണ്ടതെങ്ങനെയാണ്? ലോകത്ത് നിരവധി രാഷ്ട്രങ്ങൾ ജന്മം കൊണ്ടിട്ടുണ്ട്. നിരവധി ജന്മ രാഷ്ട്രങ്ങളുടെ പിറവി നമുക്ക് കാണുവാൻ സാധിച്ചിട്ടുണ്ട്. ഞാനും നിങ്ങളുമൊക്കെ വായിച്ചു മനസ്സിലാക്കിയിട്ടുണ്ട്. പക്ഷേ ലോകത്ത് ചരിത്രത്തിൽ ഒരിക്കൽ മാത്രമേ ഒരു പുതിയ രാഷ്ട്രം പുതിയൊരു സമൂഹത്തോടുകൂടി സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളൂ. അത് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യമാണ്. ഫലസ്തീൻ എന്ന് പറയുന്ന രാജ്യം, അവിടെ ജീവിച്ചിരുന്ന തദ്ദേശവാസികളായ അറബികളെ മുഴുവൻ ആട്ടിപ്പായിച്ചിട്ട് ലോകത്തെമ്പാടും അലഞ്ഞു നടന്ന ജൂതന്മാരെന്ന് പറയുന്ന ഒരു സമൂഹത്തെ അവിടെ കുടിയിരുത്തി അമേരിക്കയും സഖ്യകക്ഷികളും കൂടി വളരെ ആസൂത്രിതമായി തദ്ദേശവാസികളായ അറബികളെ മുഴുവൻ അഭയാർത്ഥികളാക്കി. ഇന്ന് നമുക്കറിയാമല്ലോ, അപ്പുപ്പൻ താടി പോലെ അലഞ്ഞു നടക്കുകയാണ് ആകാശത്തിന് താഴെ ഭൂമിക്ക് മുകളിൽ. പ്രിയമുള്ളവരെ, അറേബ്യൻ സമൂഹം, ആ ഫലസ്തീനിന്റെ മക്കൾ ഇന്നും അലഞ്ഞു നടക്കുന്നു ലോകത്തിന്റെ മുമ്പിൽ ഭിക്ഷാപാത്രവുമായിട്ട്. എത്ര കിരാതമാണ്, എത്ര വൈശാചികമാണ്. ആട്ടിപ്പായിച്ചില്ലേ അവിടേക്ക് കടന്നു വന്നിട്ട് ഇന്നും ആ സമൂഹത്തെ കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുന്നു. ലോകത്തൊരു ശക്തിക്കും ചോദ്യം ചെയ്യാൻ സാധിക്കുന്നില്ല. ഒരു ജർമ്മൻ പഴഞ്ചൊല്ല് തന്നെയുണ്ടല്ലോ, കാട്ടിലെ ചെന്നായിയെയും നാട്ടിലെ ജൂതനെയും വിശ്വസിക്കരുത് എന്ന്. അതാണ് ഫലസ്തീനിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ ലക്ഷ്യം നമുക്കറിയാം, ഭീകരതയെ ഉൽപ്പാദിപ്പിച്ചിട്ട് അതിന്റെ ഹോൾസെയിലും റീറ്റെയിലും ഒക്കെ ലോകത്തെല്ലായിടത്തേക്കും കയറ്റുമതി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ്. നിങ്ങൾ ചിന്തിച്ചു നോക്കി ഇസ്രായേൽ ചെയ്തുകൊണ്ടിരിക്കുന്ന പൈശാചികത. ഇന്ത്യ രാജ്യത്ത് ജീവിക്കുന്നവരാണെന്ന് ഞാനും നിങ്ങളും. ഈ ഇന്ത്യ രാജ്യത്തെ സാഹചര്യം തന്നെ നിങ്ങൾ ചിന്തിച്ചു നോക്കി. നമ്മുടെ രാഷ്ട്രത്തിന് വേണ്ടി ജീവൻ ബലിയർപ്പിച്ച്, അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിന് വേണ്ടി തന്റെ ജീവിതം സമർപ്പിച്ച് പോരാടി അവസാനം സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞപ്പോ ഫാസിസ്റ്റ് ശക്തികളാൽ ഈ രാജ്യത്ത് പിടഞ്ഞു വീണ് മരിച്ച, അവരുടെ ആക്രമണമേറ്റ് പിടഞ്ഞു വീണ് മരിച്ച, വെടിയുണ്ട നെഞ്ചിൽ തവര് വെടിയേറ്റ് മരിച്ച ഈ രാഷ്ട്രപിതാവായ മഹാത്മജി, ആ മഹാത്മജി ഇസ്രായേൽ എന്ന് പറയുന്ന രാഷ്ട്രത്തെ അംഗീകരിച്ചിരുന്നില്ല. ഒരിക്കലും ഇസ്രായേലിനെ ഇന്ത്യ രാജ്യത്തിന്റെ നാലയത്ത് പോലും പഠിപ്പിച്ചിരുന്നില്ല. ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റുവും ഇസ്രായേലിനെ ഇന്ത്യയോട് അടുപ്പിച്ചിരുന്നില്ല. യാതൊരു ബന്ധത്തിനും ഇസ്രായേലുമായി ഇന്ത്യ രാജ്യം നെഹ്റുവിന്റെ കാലത്തും സന്നദ്ധമായിരുന്നില്ല. അതിനുശേഷം കാലം കടന്നുപോയപ്പോ ഭരണാധികാരികൾ മാറി മാറി വന്നപ്പോ ഇസ്രായേൽ ഇന്ത്യയുടെ ഒരു സഖ്യരാഷ്ട്രമായി മാറി, ഇന്ത്യയുടെ ഒരു സൗഹൃദ രാഷ്ട്രമായി മാറി. ഞാൻ പറയുന്നത് നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ്. നിങ്ങൾ നിഷ്പക്ഷമായ അന്വേഷണം നടത്തണം. ഞാൻ സംസാരിക്കുന്നത് മുസ്ലിം സഹോദരങ്ങളോട് മാത്രമല്ല, ഈ രാജ്യത്തെ സകലമായ മനുഷ്യരോടുമാണ്. ഹൈന്ദവനോടും മുസൽമാനോടും ക്രൈസ്തവരോടും നിരീശ്വരവാദിയോടും നടക്കുന്ന സകല മനുഷ്യരോടുമാണ്. നിങ്ങളും ചിന്തിച്ചു നോക്കി. മഹിതമായ ഒരു പാരമ്പര്യമുള്ള രാജ്യത്തല്ലേ ഞാനും നിങ്ങളും ജീവിക്കുന്നത്. മതങ്ങളുടെ മ്യൂസിയം എന്ന് പോലും അറിയപ്പെടുന്ന ഉജ്ജ്വലമായ ഒരു പൈതൃകമുള്ള പാരമ്പര്യമുള്ള ഇന്ത്യ രാജ്യം. ലോകത്തെ ഏതൊക്കെ മതങ്ങളുണ്ടോ ആ രാജ്യത്ത് നമുക്ക് ഇന്ത്യ രാജ്യത്ത് കാണുവാൻ സാധിക്കും. സ്നേഹത്തോടെ, ഐക്യത്തോടെ, സന്തോഷത്തോടെ ജീവിച്ച മഹിതമായ ഒരു പാരമ്പര്യം. ഒരമ്മയുടെയും ഒരച്ഛന്റെയും മക്കളെപ്പോലെ നിങ്ങൾ ജീവിച്ചില്ലേ? ഈ രാജ്യത്തിന്റെ പൈതൃകം നമുക്കറിയാം. സ്വാമി വിവേകാനന്ദന്റെ നാടാണിത്. ഹസ്രത്ത് നിസാമുദ്ദീൻ ഔലിയുടെ നാടാണിത്. രവീന്ദ്രനാഥ ടാഗോറിന്റെയും അല്ലാമ ഇഖ്ബാലിന്റെയും ദേശഭക്തി ഗാനം കേട്ട് പുളകം കൊണ്ട രാജ്യമാണ് ഇന്ത്യ രാജ്യം. ശ്രീനാരായണ ഗുരുവിന്റെയും ചട്ടമ്പി സ്വാമികളുടെയും വക്കം അബ്ദുൽ ഖാദറിന്റെയും അതുപോലെ തന്നെ വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയുടെയും ഒക്കെ ഉജ്ജ്വലമായ പൈതൃകമുള്ള ഇന്ത്യ രാജ്യവും കേരള സംസ്ഥാനവും നിങ്ങൾ ചിന്തിച്ചു നോക്കി. എത്ര ഐക്യത്തോടെ നിങ്ങൾ ജീവിച്ചു, സൗഹാർദ്ദത്തോടെ നിങ്ങൾ ജീവിച്ചു. പക്ഷേ കഴിഞ്ഞ കുറെ കാലങ്ങളായി രാജ്യത്തിന് സ്വൈര്യത നഷ്ടപ്പെട്ടിരിക്കുന്നു. കഴിഞ്ഞ കുറെ കാലങ്ങളായി ഈ രാജ്യത്ത് ബോംബ് സ്ഫോടനങ്ങൾ ഒരു തുടർക്കഥയായി മാറിയിരിക്കുന്നു. നമ്മുടെ വാണിജ്യ കേന്ദ്രങ്ങൾ ആക്രമിക്കപ്പെടുന്നു. ബോംബാക്രമണം ഒരു തുടർക്കഥയായി മാറിയിരിക്കുന്നു. നമുക്കറിയാം, നമ്മുടെ നിർമ്മാണ സഭയുടെ ശ്രീകോവിലായ ഇന്ത്യൻ പാർലമെന്റ് പോലും ആക്രമിക്കപ്പെട്ടില്ലേ? ചിന്തിച്ചു നോക്കി. ഇതിലൊക്കെ കുറ്റവാളികൾ ആരാണ് എന്ന് നമുക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടോ? പലരെയും പിടിക്കും. നമുക്കറിയാം, ഏത് പ്രശ്നം നടന്നാലും, ഏത് ബോംബ് സ്ഫോടനം നടന്നാലും, ഏത് ഭീകരാക്രമണം നടന്നാലും, എന്തെങ്കിലും സംഗതികൾ ഉണ്ടായാലും അത് നടക്കുന്നതിന്റെ തൊട്ടുടനെ തന്നെ കുറെ മുസ്ലിം ചെറുപ്പക്കാരെ പിടിക്കും. കുറെ പേരുകളുമായി എന്നെ ബന്ധപ്പെടുത്തും. ഫുജി, ലഷ്കർ-എ തൊയ്ബ, ഇന്ത്യൻ മുജാഹിദീൻ, അങ്ങനെ നിരവധി പേരുകൾ ഇങ്ങനെ പ്രത്യക്ഷപ്പെടും. കുറെ ചെറുപ്പക്കാരെ പിടിച്ചുകൊണ്ടുപോകും. അവസാനം വിചാരണ നടന്ന് വർഷങ്ങൾ 10-15 കഴിയുമ്പോൾ കോടതിയിൽ നിന്നും വിധികളുണ്ടാകും. ഇവരൊക്കെ തന്നെയും നിരപരാധികൾ.
ഇവരൊക്കെ തന്നെയും നിരപരാധികൾ. പിന്നെ ആരാ കുറ്റവാളികൾ നിങ്ങൾ ഒന്ന് ചിന്തിച്ചു നോക്കിൻ. ഇവിടെ മാലകാട് സ്ഫോടനം നടന്നില്ലേ? അജ്മീർ മസ്ജിദിൽ സ്ഫോടനം നടന്നില്ലേ? സംസോദായ കോളേജിൽ സ്ഫോടനം നടന്നില്ലേ? ഈ രാജ്യത്ത് എണ്ണമറ്റ സ്ഫോടനങ്ങൾ നടന്നില്ലേ? ആയിരക്കണക്കിന് നിരപരാധികളെ പിടിച്ചുകൊണ്ടുപോയി ജയിലിലിട്ടില്ലേ? അവസാനം ആരാണ് കുറ്റവാളികൾ എന്ന് ബോധ്യപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായില്ലേ? പക്ഷേ എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? കാര്യങ്ങൾ നേരെ ബോധ്യം വന്നിട്ടും വളരെ കൃത്യമായി കാര്യങ്ങളെ കൈകാര്യം ചെയ്യാൻ നമുക്ക് സാധിക്കുന്നില്ല. എന്തുകൊണ്ട് ഈ രാജ്യത്തെ പട്ടാളത്തിന്, ഈ രാജ്യത്തെ പോലീസ് സംവിധാനത്തിന് കോച്ചിങ് കൊടുക്കുന്നതിലേക്ക് ഇസ്രായേലിന്റെ ചാരസംഘടനയായ മുസാദ് പോലുള്ള ഏജൻസികൾക്ക് പങ്കുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നമ്മുടെ സേനകളെ പരിശീലിപ്പിക്കാൻ ഇസ്രായേൽ കടന്നു വരുന്നു. എന്തുകൊണ്ട്? ഇസ്രായേലിന് ആസൂത്രിതമായ ചില അജണ്ടകളുണ്ട്. ഈ രാജ്യത്ത് ജനിച്ച് ഇവിടെ ജീവിക്കുന്ന, ഈ രാജ്യത്തെ തങ്ങളുടെ ജീവനേക്കാൾ സ്നേഹിക്കുന്ന മുസ്ലിം സമൂഹം അവരെ ഈ രാജ്യത്തിന്റെ ശത്രുക്കളായി ചിത്രീകരിക്കണം. ഹൈന്ദവ മതവിശ്വാസികളെ തെറ്റിദ്ധരിപ്പിക്കണം. ഈ രാജ്യത്തെ സകല മനുഷ്യരെയും തെറ്റിദ്ധരിപ്പിക്കണം. മുസ്ലിങ്ങളാണ് കുറ്റവാളികൾ, അവരാണ് രാജ്യദ്രോഹികൾ എന്ന് പറഞ്ഞു പഠിപ്പിക്കണം. അതിന് ചില നാടകങ്ങൾ ഈ രാജ്യത്ത് സൃഷ്ടിക്കണം. അതിനെ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ഏറ്റവും അവസാനമായി കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് ഇന്ത്യയിലെ പരമോന്നത നീതിപീഠമായ സുപ്രീം കോടതിയിൽ നിന്നും ഒരു പരാമർശമുണ്ടായി. നിങ്ങൾ ശ്രദ്ധിച്ചു കാണും. എന്താണ് സുപ്രീം കോടതി പരാമർശിച്ചത്? മതം നോക്കി ആരെയും ഭീകരവാദികളാക്കരുത്, മതം നോക്കി ആരെയും തീവ്രവാദികളാക്കരുത്. ഒരു കേസിന്റെ വിധി പറഞ്ഞുകൊണ്ടാണ് ഇത് പറഞ്ഞത്. ടാഡ ചുമത്തിയിട്ട് ഗുജറാത്തിലെ സർക്കാർ വർഷങ്ങൾക്ക് മുമ്പ് 11 ചെറുപ്പക്കാരെ പിടിച്ചുകൊണ്ടുപോയി ജയിലിലിട്ടിരുന്നു. ടാഡ ചുമത്തിയിട്ട് അവർ ഭീകരാക്രമണം സംഘടിപ്പിക്കാൻ വന്നവരാണെന്ന് പറഞ്ഞിട്ട് അവരെ ജയിലിൽ പാർപ്പിച്ചു. അവസാനം ആ കേസിന്റെ വിചാരണ കഴിഞ്ഞിട്ട് സുപ്രീം കോടതി പറഞ്ഞു ഇവർ നിരപരാധികളാണ്. ഒറ്റപ്പെട്ട കേസല്ല. ഡൽഹിയിലെ ജാമിയ മില്ലിയയിലെ അധ്യാപകർ ചേർന്ന് രൂപം നൽകിയ ജാമിയ ടീച്ചേഴ്സ് സോളിഡാരിറ്റി അസോസിയേഷൻ എന്ന് പറയുന്ന ഒരു സംഘടനയുണ്ട്. ആ സംഘടന കഴിഞ്ഞ കുറെ കാലങ്ങളായി ഇന്ത്യ രാജ്യത്ത് നിന്നും പിടിച്ചുകൊണ്ടുപോയ ചെറുപ്പക്കാരുടെ കേസുകൾ പരിശോധിച്ചു. അതിൽ 16ഓളം കേസുകൾ പരിശോധിച്ചപ്പോ ഈ 16 കേസുകളിലും കോടതി അവസാനം നിരപരാധികളെന്ന് കണ്ടിട്ട് ഇവരെ പുറത്തുവിടുകയായിരുന്നു, നിരപരാധികളെന്ന് പ്രഖ്യാപിക്കുകയായിരുന്നു. അപ്പൊ ഇവരെ കുറ്റവാളികളാരാ? നിങ്ങൾ ചിന്തിച്ചു നോക്കി, ആരാ കുറ്റവാളികൾ? പക്ഷേ ഇവരെ നിരപരാധികളെന്ന് പറഞ്ഞിട്ട് കോടതി പുറത്തുവിടുമ്പോഴേക്കും ഇവർക്ക് തങ്ങളുടെ ജീവിതത്തിലെ സിംഹഭാഗവും നഷ്ടപ്പെട്ടിരിക്കും. അബ്ദുൽ നാസർ മദനിയുടെ ഉദാഹരണം തന്നെ നമുക്കറിയാമല്ലോ. മദനിയെ പിടിച്ചുകൊണ്ടുപോയി വർഷങ്ങൾക്ക് മുമ്പ് 1998 കോയമ്പത്തൂർ ബോംബ് സ്ഫോടന കേസിന്റെ പേരും പറഞ്ഞിട്ട് പിടിച്ചുകൊണ്ടുപോയി 9.5 വർഷക്കാലം ജയിലിൽ കിടക്കേണ്ടി വന്നില്ലേ? 9.5 വർഷക്കാലം ജാമ്യവും പരോളുമില്ലാതെ സ്വന്തം വല്യമ്മ മരണപ്പെട്ട സന്ദർഭത്തിൽ പോലും ആ മയ്യത്തൊന്ന് ദർശിക്കാനുള്ള അവസരം പോലും അദ്ദേഹത്തിന് ലഭിച്ചില്ലല്ലോ. അവസാനം ആ കേസിന്റെ അന്തിമമായ വിചാരണയ്ക്ക് ശേഷം വിധിയുണ്ടായപ്പോ എന്താ പറഞ്ഞത്? 100% അദ്ദേഹം നിരപരാധിയാണെന്ന്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി. അദ്ദേഹത്തിന് നഷ്ടപ്പെട്ട യൗവനം, അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ വസന്തകാലത്തിൽ നിന്നുള്ള 9.5 വർഷക്കാലം നഷ്ടപ്പെട്ടപ്പോ ആർക്കെന്ത് പ്രായശ്ചിത്തം അതിന് ചെയ്യാൻ സാധിക്കും? എന്ത് പ്രായശ്ചിത്തം ചെയ്യാൻ സാധിക്കും? വീണ്ടും പിടിച്ചുകൊണ്ടുപോയില്ലേ? 2ാമതും പിടിച്ചുകൊണ്ടുപോയിരിക്കുകയില്ലേ? ഇപ്പൊ കോയമ്പത്തൂർ ബോംബ് സ്ഫോടന കേസിന്റെ കാര്യവും പറഞ്ഞിട്ട് ഞാൻ പറയുന്നത് നിരപരാധികൾ ശിക്ഷിക്കപ്പെടാൻ പാടില്ല. ആരെയും മതം നോക്കിയോ രാഷ്ട്രീയം നോക്കിയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ജാതി നോക്കിയോ ഒരു വ്യക്തിയെയും പ്രത്യേകമായി പരിഗണനയോ അവഗണനയോ കൊടുക്കാൻ പാടില്ല. ഇന്ത്യൻ ഭരണഘടന അതാണെന്ന് പറയുന്നത്. ആളാർ ഈക്വൽ ബിഫോർ ലോ, നിയമത്തിന്റെ മുമ്പിൽ എല്ലാവരും തുല്യരാണ്. 1000 കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുത് എന്ന് ഇന്ത്യൻ ഭരണഘടനയിൽ രേഖപ്പെടുത്തിയിരിക്കുമ്പോൾ പ്രിയമുള്ളവരെ, ആയിരക്കണക്കിന് നിരപരാധികളല്ലേ ഇവിടെ ശിക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. കുറ്റവാളികൾ സ്വച്ഛന്തം വിഹരിക്കുന്നു. ഒരു ഭാഗത്തേക്ക് നിങ്ങൾ നോക്കി, അത് അപകടകരമാണ്. എന്തുകൊണ്ട് ഇത് ഇന്ത്യ രാജ്യത്ത് പോലും നടക്കുന്നു? വഹിതമായ പാരമ്പര്യമുള്ള ഇന്ത്യ രാജ്യത്ത് പോലും എന്നു മുതലായി ഒരു തുടർക്കഥയായി മാറിയത് ഇസ്രായേലുമായി എന്ന് ഇന്ത്യ നയതന്ത്ര ബന്ധം സ്ഥാപിച്ചു. അന്നു തുടങ്ങി ഈ പ്രശ്നങ്ങൾ. മുസ്ലിം സമൂഹം ഭീകരവാദികളാണെന്നുള്ള പ്രചണ്ഡമായ പ്രചരണം സാധിക്കുമോ പ്രിയമുള്ളവരെ? ഒരിക്കലും സാധിക്കില്ല. ഇന്ത്യയുടെ ചരിത്രം നിങ്ങൾ പരിശോധിച്ചു നോക്കി. അധിനിവേശക്കാരൻ ഈ രാജ്യത്തേക്ക് കടന്നു വന്നപ്പോ സകലതും മറന്ന് അവനെതിരിൽ പ്രതിരോധത്തിന്റെ പടയണി വീഴ്ത്തപ്പോ
അതിന്റെ മുന്നണി പടയാളികളായിരുന്നു മുസ്ലിം സമൂഹം. എന്തുകൊണ്ട്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്, ഹുബ്ബുൽ വതനി മിനൽ ഈമാൻ, രാജ്യസ്നേഹം വിശ്വാസത്തിന്റെ ഭാഗമെന്ന്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ വിശ്വാസം പൂർണ്ണമാകണമെങ്കിൽ അവന്റെ എല്ലാ വിശ്വാസങ്ങളോടൊപ്പം അവന്റെ അനുഷ്ഠാന കർമ്മങ്ങളോടൊപ്പം അവൻ പിറന്ന രാജ്യത്തെ സ്നേഹിക്കുക കൂടി വേണം. അത് വിശ്വാസത്തിന്റെ നിർബന്ധിതമായ ബാധ്യതയായി വിശ്വാസ സമൂഹത്തോട് പ്രവാചകൻ കൽപ്പിച്ചു. പ്രിയമുള്ളവരെ, അതുകൊണ്ടാണല്ലോ അധിനിവേശ